നമ്മൾ ശുഭ്മാൻ ഗില്ലിന്റെയും സഞ്ജു സാംസന്റെയും പ്രകടനങ്ങൾ വിലയിരുത്തുമ്പോൾ ഇരുവരും 21ഓളം ഇന്നിംഗ്സുകളാണ് കളിച്ചിട്ടുള്ളത്. അതിൽ 2 ഹാഫ് സെഞ്ചുറിയാണ് ഗില്ലിന്റെ സമ്പാദ്യം. 3 സെഞ്ചുറിയും 2 ഹാഫ് സെഞ്ചുറിയുമാണ് സഞ്ജു അടിച്ചു കൂട്ടിയത്. ഏഷ്യ കപ്പ് ഫൈനലിലെ സഞ്ജുവിന്റെ പ്രകടനവും എടുത്തു പറയേണ്ടതാണ്. ബംഗ്ലാദേശിനെതിരെ നടന്ന മത്സരത്തിൽ അന്ന് സഞ്ജു അടിച്ച സെഞ്ചുറിയിൽ ഒരു ഓവറിൽ തുടർച്ചയായി 5 സിക്സ് അടിച്ച സഞ്ജുവിനെ ആർക്കാണ് മറക്കാൻ സാധിക്കുക? പക്ഷെ ഗംഭീർ അത് മറക്കും ഗില്ലിന് വേണ്ടി. ഗില്ലിനെ 3 ഫോർമാറ്റിലെയും ക്യാപ്റ്റനാക്കാൻ വേണ്ടി. ഇതേ ഗംഭീറിന്റെ പഴയ ഒരു വാചകമുണ്ട്. ഗംഭീർ ഇന്ത്യൻ കോച്ച് ആവുന്നതിന് മുമ്പേ പറഞ്ഞ വാചകം. സഞ്ജു ഇന്ത്യക്ക് വേണ്ടി കളിച്ചില്ലെങ്കിൽ അത് സഞ്ജുവിന് നഷ്ടമല്ല, അത് ഇന്ത്യയുടെ നഷ്ടമാണ്. ഇതേ ഗംഭീർ തന്നെ ഇന്ന് ഇന്ത്യൻ കോച്ചായി വരുമ്പോൾ ആദ്യം മാറ്റി നിർത്തുന്നത് സഞ്ജു സാംസനെ തന്നെയാണ്. ഗിൽ ഒരു മികച്ച ബാറ്റ്സ്മാൻ തന്നെയാണ്, അതിൽ യാതൊരു സംശയവുമില്ല. പക്ഷെ എന്തിനാണ് അടുത്ത സൂപ്പർ സ്റ്റാർ ആക്കാൻ ശ്രമിക്കുന്നത്, അടുത്ത വിരാട് കോഹ്ലി ആക്കാൻ ശ്രമിക്കുന്നത്? സച്ചിൻ വിരമിച്ചപ്പോൾ വിരാട് കോഹ്ലിയെ ആരും അടുത്ത സച്ചിൻ ആക്കാൻ ശ്രമിച്ചിട്ടില്ല. പകരം തനിക്ക് കിട്ടിയ അവസരങ്ങളിലെല്ലാം മികച്ച രീതിയിൽ ബാറ്റ് ചെയ്തും റൺസിന് വേണ്ടി ഓടിയും കഴിവ് തെളിയിച്ചുമാണ് വിരാട് തന്റെ സ്ഥാനം ഉറപ്പിച്ചത്. കോഹ്ലി മറ്റൊരു സച്ചിൻ ആയില്ല, പകരം പുതിയൊരു വിരാട് യുഗമാണ് ഉണ്ടാക്കിയത്. ഗില്ലിന് കഴിവുണ്ടെങ്കിൽ അത് സംഭവിക്കട്ടെ. അതിനായി മറ്റുള്ളവരുടെ അവസരങ്ങൾ പിടിച്ചു പറിക്കുന്നത് ഇന്ത്യൻ ടീമിനെ നശിപ്പിക്കുന്നതിന് തുല്യമാണ്.